ഹായ് ഹലോ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലത്തെ ഓരോ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വാതക നിയമങ്ങൾ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മോൾ സങ്കല്പം അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മോൾ സങ്കല്പം എന്ന് പറയുന്നത്? അതിനകത്ത് നമുക്ക് പൊതുവെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡിയല്ലേ? എന്തൊക്കെയാണ് മോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എന്താണ് മോള്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സെറ്റ്. സാധാരണയായിട്ട് നമ്മൾ വലിയ വലിയ സാധനങ്ങളെയൊക്കെ എണ്ണുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ 1 കിലോ അരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ 1 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 10 ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലെ സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളെ നമുക്ക് ഇതേപോലെ എണ്ണാനായിട്ട് സാധിക്കുമോ? ഇല്ല, കാരണം അവർ മൈന്യൂട്ടായിട്ടുള്ള വളരെ വളരെ എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിളുകളാണ് അല്ലേ. അപ്പോൾ അവയുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പദാർത്ഥങ്ങളുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളെ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിളുകളായിട്ടുള്ള ആറ്റംസ്, ഇലക്ട്രോൺസ്, അയോൺസ് ഒക്കെ തുടങ്ങിയവയെ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് മോള് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ വസ്തുക്കളെ എണ്ണാൻ വേണ്ടി പല യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം 2 എണ്ണം ചേരുമ്പോഴാണ് അത് ഒരു ജോഡിയായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ 12 എണ്ണം ചേരുമ്പോഴാണ് ഒരു ഡസനായിട്ട് മാറുന്നത് അല്ലേ. അപ്പം അതേപോലെ തന്നെ അണുക്കൾ, തന്മാത്രകൾ എന്നിവയുടെ എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം വളരെ ചെറിയൊരു തുള്ളി തന്മാത്രയിൽ പോലും, ഒരു വെള്ളത്തിൻ്റെ തുള്ളിക്കകത്ത് പോലും ഏകദേശം 10⁻⁹ തന്മാത്രകൾ കാണാൻ സാധ്യതയുണ്ട്. 10⁻⁹ എന്ന് പറയുമ്പോൾ 10 എന്ന് എഴുതിയിട്ട് 19 പൂജ്യം ഇടുക, അത്രയും എണ്ണം തന്മാത്രകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എനോർമസ് നമ്പറായിട്ടുള്ള, ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളുകളെ എണ്ണാൻ വേണ്ടി നമ്മൾ മോൾ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. വളരെ വലിയ സംഖ്യകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ എന്ന് പറയുന്നത്. ഇത്രയും എണ്ണമുണ്ട് അല്ലേ, കൂടിയ എണ്ണമുണ്ട്, അവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോള് ഉപയോഗിക്കുന്നത്. അപ്പോൾ 6.022 × 10⁻23 കണികകൾ, അണുക്കൾ, തന്മാത്രകൾ, അയോണുകൾ ഇവയടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവാണ് ഒരു മോള് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു മോൾ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ അവഗാഡ്രോ ലോ നമ്മൾ വാതക നിയമങ്ങളിൽ പഠിക്കുകയുണ്ടായി അല്ലേ. എന്താ അവഗാഡ്രോ ലോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഒരു പദാർത്ഥം, അതായത് ഗ്യാസിനെ നമ്മളൊരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു ആക്കണം എന്നല്ലേ. അപ്പം നമ്മൾ കോൺസ്റ്റൻറ്റിനെ ഇവിടെ എഴുതി, എന്നിട്ട് n എഴുതി. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് v/n = കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ടായി അല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അവഗാഡ്രോ പറഞ്ഞ കാര്യം, ഒരേ സാഹചര്യത്തിൽ, ഒരേ ടെമ്പറേച്ചറും ഒരേ പ്രഷറുമായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരേ വോളിയം ഓഫ് ഗ്യാസുകളെ നമ്മൾ ഓരോരോ പാത്രത്തിലായിട്ട് നിറച്ച് വെക്കുകയാണെങ്കിൽ, ഒരേ വോളിയം ആയിരിക്കണം, ഒരേ ടെമ്പറേച്ചർ, ഒരേ പ്രഷർ, ഇങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റായി ഇരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരേ വോളിയം ഓഫ് ഗ്യാസുകളെ നമ്മൾ പല പല പാത്രങ്ങളിലായിട്ട് നിറച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെയുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിറച്ചിട്ടുള്ള ആ ഒരു പദാർത്ഥത്തിൻ്റെ അളവുണ്ടല്ലോ, ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ നമുക്കൊന്ന് കോൺസ്റ്റൻ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് 6.022 × 10⁻23 എണ്ണം തന്മാത്രകളെ എല്ലാത്തിനകത്ത് നിറച്ചു വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പദാർത്ഥത്തിൻ്റെ യൂണിറ്റാണ് ഒരു മോള് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായില്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ഒരേ ടെമ്പറേച്ചറും ഒരേ പ്രഷറുമുള്ള സാഹചര്യത്തിൽ നമ്മൾ പല പല ഗ്യാസുകളെ എടുത്തു വെച്ചേക്കുന്നു. ഈ ഓരോരോ ഗ്യാസുകളും എടുത്തു വെച്ചിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 1 മോളാണ്. 1 മോൾ ഓക്സിജൻ, ഇവിടെ 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ എന്തെങ്കിലും CH3 എന്തെങ്കിലും ഒരു ഗ്യാസിനെ നമ്മളിങ്ങനെ നിറച്ച് വെച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1 മോൾ പദാർത്ഥത്തെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരേ ടെമ്പറേച്ചറും ഒരേ പ്രഷറും ആയിരുന്നത് കൊണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഈ 3 എണ്ണത്തിലെയും തന്മാത്രകൾ എണ്ണിയാൽ ആ തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 എണ്ണം ആയിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ എന്താണ്, ഇവർ ഇതിനകത്ത് H2നെ വെച്ചു, ഇതിനകത്ത് N2നെ വെച്ചു, അതേപോലെ ഇതിനകത്ത് എന്ത് വയ്ക്കാം, CH3 അല്ലെങ്കിൽ CH4 വെച്ചു,
ഇങ്ങനെ വെച്ച സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു? ഇവയെല്ലാം ഇപ്പോൾ 1 കിലോ അരിയൊക്കെ എടുത്ത് വെക്കുന്ന പോലെ 1 മോൾ പദാർത്ഥങ്ങളെ നമ്മൾ പല പാത്രങ്ങളിൽ വെച്ചപ്പോൾ ഇവയ്ക്കകത്തെല്ലാമുള്ള തന്മാത്രകളുടെ എണ്ണം സെയിം ആയിട്ട് വന്നു. അത് 6.022 × 10⁻23 ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ മോളിക്യൂൾ ആയതുകൊണ്ട് അതിന് പകരം നമ്മൾ ആറ്റംസിനെയാണ് വെച്ചെന്നിരിക്കട്ടെ. അതായത് ഈ 3 പാത്രങ്ങളിലും നമ്മൾ 3 ഗ്യാസുകളെ വെച്ചിരിക്കുന്നു. ഇതിനകത്ത് മോണോ ആറ്റാമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിയോണിനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഹൈഡ്രജൻ്റെ ആറ്റങ്ങളെയാണ് നമ്മൾ നിറച്ച് വെച്ചേക്കുന്നത്. എച്ച് എന്നുള്ള സാധനത്തിനെ മാത്രം നിറച്ചു. ഇതിനകത്ത് നൈട്രജൻ്റെ അയോണുകളെയാണ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇരിക്കട്ടെ. ഇങ്ങനെ ആറ്റങ്ങൾ വെച്ചാലും അയോണുകൾ വെച്ചാലും എന്താണോ അതിനകത്ത് വെച്ചിട്ടുള്ളത് ആ സാധനത്തിനെ 1 മോളാണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അവയ്ക്കകത്തൊക്കെയുള്ള പദാർത്ഥങ്ങളുടെ പാർട്ടിക്കിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 എണ്ണമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നമ്പർ പറഞ്ഞിട്ടുള്ളതാരാ? അവഗാഡ്രോ. അതുകൊണ്ട് ഈ നമ്പറിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കും. കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ 1 മോൾ പദാർത്ഥം എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 എണ്ണം കണികകൾ അടങ്ങുന്ന ഒരു യൂണിറ്റാണ് 1 മോള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അണുക്കളാവാം, അതായത് ആറ്റംസ് ആവാം, തന്മാത്രകൾ മോളിക്യൂൾസ് ആവാം, അയോണുകളാവാം. ഓക്കെ, ഇപ്പോൾ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോയുടെ ബഹുമാനാർത്ഥം ഈ സംഖ്യയെ നമ്മൾ അവഗാഡ്രോ സംഖ്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവഗാഡ്രോയിൻ്റെ നമ്പർ എന്നുള്ളത് കൊണ്ട് നമ്മൾ N എന്ന് എഴുതിയിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടേ ഇങ്ങനെയാണ് അവഗാഡ്രോ നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ, അതായത് എമൗണ്ട് ഓഫ് പാർട്ടിക്കിളിൻ്റെ SI യൂണിറ്റാണ് മോള് എന്ന് പറയുന്നത്. ഓക്കെ, SI യൂണിറ്റ് എന്താണെന്നറിയാലോ? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റർനാഷണലിലെ യൂണിറ്റ് എന്നാണ് അർത്ഥം. അതായത് ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള കുറച്ചധികം യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസിന് മീറ്റർ, അതേപോലെ തന്നെ വെയ്റ്റിനാണെങ്കിൽ കിലോഗ്രാം, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ 7 തരം ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾക്ക് ഒരു യൂണിറ്റ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവനും ഒരു കണ്ടെത്തുമ്പോൾ ഒരേപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കിലോമീറ്ററിൽ എടുക്കുമ്പോഴത്തേക്കിനും അമേരിക്കയിൽ മൈലിലല്ലേ എടുക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും ഒരു യൂണിറ്റ് വരാൻ വേണ്ടിയിട്ട് കുറേയധികം ഡിസ്റ്റൻസുകളെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? യൂണിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ SI യൂണിറ്റിനകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റാണ് മോള് എന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങളിൽ അഭികാരങ്ങളുടെയും, അതായത് റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റൻറ്റുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും അളവ് കൃത്യമായിട്ട് നിശ്ചയിക്കാനായിട്ട് മോൾ സങ്കല്പം സഹായിക്കുന്നു. അതായത് എത്ര അളവ് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എത്ര അളവ് വാട്ടർ ഉണ്ടാവുന്നത് എന്ന് കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് മോൾ കൺസെപ്റ്റ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അവഗാഡ്രോ നമ്പറിൻ്റെ ആ ഒരു ചരിത്രം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 1908 കാലഘട്ടങ്ങളിൽ ജീൻ പെറിനാണ് ഈ ഒരു നമ്പർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അന്നത് 6.7 × 10⁻23 എന്നാണ് ഏകീകരിച്ച് വെച്ചിരുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ പലതരം കണ്ടെത്തലുകൾ നടക്കുന്നു. അങ്ങനെ ഡി ബിവേയർ കണ്ടെത്തിയ നമ്പറാണ് 6.0221339 × 10⁻23 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പരിഗണിക്കുന്ന എന്താ? ഇതിനകത്തെ കുറച്ച് നമ്പറുകൾ എടുത്ത് മാറ്റിയിട്ട് 6.022 × 10⁻23 എന്നാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ നമ്പർ വന്നിട്ടുള്ള ആ ഒരു വഴി നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഇത് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം മോൾ കൺസെപ്റ്റും ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാർബൺ 12 എന്ന് പറയുന്നതാണ് കാർബണിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഐസോട്ടോപ്പ് കാർബൺ 12 ആണ്. അപ്പോൾ ഈ കാർബൺ 12ൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു റിലേറ്റീവായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു യൂണിറ്റാണ് കാർബൺ 12. അതായത് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ഭാരം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് അരി വാങ്ങുകയാണ്. അപ്പോൾ കടക്കാരൻ എന്താ ചെയ്യുക? ഒരു പാത്രത്തിനകത്ത് ഒരു മറ്റേ കോമൺ ബാലൻസ് ഉണ്ടാവും നോക്കി അതിനകത്ത് ഒരു സ്ഥലത്ത് അരി വെച്ചു, ഇപ്പുറത്തെ ഭാഗത്ത് 1 കിലോ ഭാരമുള്ള കട്ടിയപ്പുറത്ത് വെച്ചു. എന്നിട്ട് ആ 1 കിലോയും ഈ 1 കിലോയും എപ്പോഴാണോ തുല്യമാവണത് അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനകത്ത് 1 കിലോ അരി ഉള്ളത്. ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു ആറ്റത്തിൻ്റെ മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കാർബണിൻ്റെ 12 മാസുള്ള ഒരു ആറ്റത്തെ വെക്കുന്നു. അപ്പോൾ അതിനോട് തുല്യമാകുന്ന അത്രയും അളവ് വരുമ്പോൾ 12 അപ്പുറത്തുള്ള വെയിറ്റ് എന്ന് നമുക്ക് മനസ്സിലാവാലോ. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസിനെ തട്ടിച്ചു നോക്കാനായിട്ട് കമ്പയർ ചെയ്ത് മാസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പാരിറ്റിംഗ് ഫാക്ടറാണ് കാർബൺ 12 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ മാസിൻ്റെ, കാർബൺ 12 എന്ന് പറയുമ്പോൾ അതിന് 12 മാസ് അല്ലേ, അതിൻ്റെ മാസിൻ്റെ 1/12 ഭാഗമാണ് ഒരു യൂണിറ്റ്.
കിട്ടിയല്ലോ. കാർബൺ 12ൻ്റെ മാസ് 12 എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ മാസിൻ്റെ 1/12 അതിനെയാണ് ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആപേക്ഷിക ആറ്റോമിക് മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് ആറ്റോമിക് മാസ് കണ്ടെത്തുന്നത്. ഇതിനെ ഏകീകൃത മാസ് അഥവാ യൂണിഫൈഡ് മാസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡാൾട്ടൺ എന്നുള്ള DA എന്നുള്ള ഒരു ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ മാസിൻ്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഐസോട്ടോപ്പുകളുടെ സാന്നിധ്യം കാരണം പല മൂലകങ്ങളുടെയും ആറ്റോമിക മാസ് ഭിന്ന സംഖ്യയായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗം കൂടിയാണ്. കാരണം ആറ്റം പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താ? ആറ്റത്തിനകത്തിരിക്കുന്ന പ്രോട്ടോണുകളുടെയും അതേപോലെ തന്നെ ആറ്റത്തിനകത്തിരിക്കുന്ന ന്യൂട്രോണുകളുടെയും എണ്ണം ഒന്നിച്ച് കൂട്ടുമ്പോഴാണ് നമുക്ക് ആറ്റത്തിൻ്റെ മാസ് കിട്ടുക എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഉദാഹരണത്തിന് ക്ലോറിൻ്റെ മാസ് എന്ന് പറഞ്ഞത് 35.5 കണ്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എണ്ണങ്ങൾ കൂട്ടുമ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം തമ്മിൽ ഇങ്ങനെ കൂട്ടുമ്പോൾ അതെങ്ങനെ ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ വന്നത്? അതായത് അങ്ങനെ വരാൻ പാടില്ലല്ലോ. കാരണം എണ്ണ ഒരിക്കലും 1.5 പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു നമ്പർ വന്നത് എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? കാരണം ഒരേ ആറ്റത്തിന് പലതരം മാസ് കാണിക്കുന്ന ഐസോട്ടോപ്പുകളുണ്ട്. കാർബണിനാണെങ്കിൽ തന്നെ കാർബൺ 13 ഉണ്ട്, കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഇതിനകത്ത് തന്നെ അബുഡൻസി ഫാക്ടറിന് വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പോൾ കാർബൺ 12 വളരെ വളരെ അബുഡൻ്റ് ആയിട്ടുള്ള ഒരു കാർബണിൻ്റെ ഐസോട്ടോപ്പാണ്. കാർബൺ 13 വളരെ കുറവാണ്. കാർബൺ 14 എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവാണ്. അത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ഫാക്ടറാണ് കാർബൺ 14. അപ്പോൾ നമ്മൾ ഈ ഓരോരോ ഐസോട്ടോപ്പുകളും പ്രകൃതിയിൽ കാണുന്നതിൻ്റെ അളവ്, അതായത് അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളതും അതിൻ്റെ ഓരോന്നിൻ്റെ മാസ് എത്രയുണ്ട് എന്നുള്ളതും തട്ടിച്ചു നോക്കിക്കൊണ്ട് ഒരു ആറ്റത്തിന് ഇത്രയാണ് മാസ് എന്ന് നമ്മളൊരു സുമാർ അളവ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പൊതുവെ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി കണക്ക് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലോറിൻ പോലെയുള്ള പലതിനും ഭിന്ന സംഖ്യകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഒരിക്കലും ക്ലോറിനകത്ത് 1.5 പ്രോട്ടോണോ 1.5 ന്യൂട്രോണൊന്നും കയറിയിരിക്കുന്നതുകൊണ്ടല്ല ഇങ്ങനെ വന്നിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ ഐസോട്ടോപ്പുകൾ ഓരോരോ എലമെൻറ്റിന് കാണും. ആ ഐസോട്ടോപ്പുകളുടെ എണ്ണം മൊത്തം കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുക അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ അബുഡൻസി ഫാക്ടർ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ കാർബണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാർബൺ 12 വളരെ വളരെ കൂടുതലാണ് മറ്റേ രണ്ടിനെയും അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും. അങ്ങനെ ആ ഒരു അബുഡൻസി ഫാക്ടർ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോരോ സാധനത്തിൻ്റെയും ആറ്റോമിക് മാസ് നമ്മൾ എടുത്തു വച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ മാസുകൾ ഭിന്നസംഖ്യയായിട്ട് വരുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ നോക്കിയേ, കുറച്ച് എലമെൻറ്റുകൾ അവരുടെ ശരാശരി ആറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഐസോട്ടോപ്പുകളെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള അവരുടെ മാസുകൾ, ആ മാസുകളും അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ നോക്കുമ്പോൾ 1.0079 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 എന്ന് യൂസ് ചെയ്തു അല്ലേ. പോയിന്റ് കളഞ്ഞിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി 1 എന്നുള്ള എളുപ്പത്തിന് നമ്മൾ എടുത്തു. ഓക്സിജൻ കണ്ടില്ലേ, 15.9994 എന്നാണ് അതിൻ്റെ വരിക. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് കഴിഞ്ഞ് 9 വന്നു അല്ലേ. അപ്പോൾ 5-ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൂട്ടിയെടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കണക്കിനകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ 16 എന്ന ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ എടുത്തു. സോഡിയത്തിൻ്റെ 22.9 ആയിരുന്നു വന്നിരുന്നത്, നമ്മളതിന് 23 എന്നെടുത്തു. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യം അത്രയില്ല. എങ്ങനെയാണ് ആറ്റോമിക് മാസ് വന്നത് എന്നുള്ളത് കാണിച്ചതാണ്. പക്ഷേ ഇത് നമ്മൾ നോക്കണം. എല്ലാത്തിൻ്റെയും ഒന്നും ആറ്റോമിക് മാസ് പഠിച്ചില്ലെങ്കിലും ഒട്ടുമിക്കതും ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാം പേപ്പറിനകത്ത് പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആറ്റോമിക് മാസ് കൂടെ തരാറാണ് പതിവ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ SCERT കൊടുത്തിരിക്കുന്ന കാരണം, ഇപ്പോഴത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അറിയാലോ, SCERTയുടെ ഏതെങ്കിലും മുക്കും മൂലയിലൊക്കെ ഉള്ള സാധനങ്ങൾ പോലും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് SCERT ഉള്ളത് കൊണ്ട് ഇത്രയുമെങ്കിലും ആറ്റോമിക് മാസ് എന്ത് ചെയ്യുക, ബുക്കിലുള്ള ആറ്റോമിക് മാസ് എങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കുക. കണ്ടോ, ഹൈഡ്രജൻ്റെ 1, ഓക്സിജൻ 16, സോഡിയം 23, കാർബൺ 12, നൈട്രജൻ 14. കിട്ടിയല്ലോ. ഇത്രയുണ്ടെങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കാം. ആറ്റോമിക് മാസ് അപ്പോൾ ഭിന്നസംഖ്യ ആവാൻ എന്താണ് കാരണം? ഞാനിപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്, ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഐസോട്ടോപ്പുകളുടെ സാന്നിധ്യമാണ് അതിൻ്റെ കാരണം. മിക്ക മൂലകങ്ങളും പ്രകൃതിയിൽ വിവിധ ഐസോട്ടോപ്പുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ശരാശരി മാസ് അഥവാ ആവറേജ് മാസ് എന്ന് പറയുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക് മാസ് കണക്കാക്കുമ്പോൾ അവയുടെ ഐസോട്ടോപ്പുകളുടെ പ്രകൃതിയിലെ സാന്നിധ്യം എത്ര അബുഡൻസ് ഉണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് ശരാശരി മാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ഭിന്നസംഖ്യയായിട്ട് മാറാനായിട്ട് കാരണം. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഐസോട്ടോപ്പുകൾ ഇപ്പം നിയോണിൻ്റെ തന്നെ 20, 21, 22 എന്നുള്ള 3 ഐസോട്ടോപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിയോൺ 20 എന്നുള്ളത് 90.48%, അതായത് മൊത്തം നിയോണിൻ്റെ 90.48% എന്താണ്? നിയോൺ 20 ആണ്. ബാക്കിയുള്ളതിൽ
0.27% മാത്രമേ നിയോൺ 21 ഉള്ളൂ. 9.25% മാത്രമേ നിയോൺ 22 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ശരാശരി ആറ്റോമിക് മാസ് കാണുന്ന സമയത്ത് ആ ഒരു നിയോൺ 20ൻ്റെ 20 ഇൻറ്റു അതിൻ്റെ അബഡൻസ് പ്ലസ് അടുത്തതിൻ്റേത് ഇൻറ്റു അതിൻ്റെ അബഡൻസ്, അതേപോലെ നിയോൺ 22ൻ്റെ മാസ് ഇൻറ്റു അബഡൻസ്, ഇത്രയും എണ്ണം എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യും. അപ്പോൾ നമുക്കൊരു ആവറേജ് മാസ് നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ എന്താ പറയുക, പോയിൻ്റ് മാറ്റിയിട്ടെടുക്കുക. അപ്പോൾ നിയോണിൻ്റെ മാസ് നമുക്ക് എത്ര കിട്ടും? 20 എന്ന് നമ്മൾ പൊതുവെ കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആറ്റോമിക് മാസ്, അതിൻ്റെ ഒരു ആവറേജ് ആറ്റോമിക് മാസ് നമ്മൾ കണക്കാക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ ക്ലോറിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലേ? 35.5 ആണെന്ന് കണ്ടു. അപ്പോൾ അതേപോലെ ക്ലോറിൻ്റേത് എടുക്കുക. ക്ലോറിൻ 35, 37 എന്നിങ്ങനെ രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ അതിൽ മൊത്തം ക്ലോറിൻ്റെ 75% ക്ലോറിൻ 35 ആണ്. മൊത്തം ക്ലോറിൻ്റെ ബാക്കി 25% ക്ലോറിൻ 37 ആണ്. അപ്പോൾ 35 × 75 പ്ലസ് 37 × 25 ബൈ 100 എന്ന് നമ്മൾ കണക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 35.5 യൂണിറ്റ് എന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഐസോട്ടോപ്പുകളുടെ ശരാശരി മാസ് എടുക്കുന്നത് കൊണ്ടാണ് മിക്കവാറും ആറ്റോമിക് മാസുകൾ ഭിന്നസംഖ്യയായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അവഗാഡ്രോ നമ്പറിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അവഗാഡ്രോ നമ്പറും ആറ്റോമിക് മാസും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിയേ, ഈ ആറ്റങ്ങളുടെ എല്ലാം മാസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ യൂണിഫൈഡ് മാസ് യു എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലേ? ഈ യൂണിഫൈഡ് മാസ് യു എന്നുള്ളതിനെ നമ്മൾ ഗ്രാമിൽ അങ്ങോട്ട് എഴുതാം. അതായത് ഇപ്പോൾ കാർബൺ 12ൻ്റെ മാസ് 12 ആണ്, 12 യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ 12 ഗ്രാം കാർബൺ നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കാം. 12 ഗ്രാം ഓഫ് കാർബൺ ആറ്റമാണ് കാർബൺ ആറ്റം നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുക. 12 ഇതിൻ്റെ യൂണിറ്റ്, അതായത് ആറ്റോമിക് മാസ്. അപ്പോൾ 12 ഗ്രാം കാർബൺ മോളിക്യൂള് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കാർബണിൻ്റെ ഗ്രാം മോളിക്യുലാർ മാസാണ്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ യൂണിഫൈഡ് മാസിനെ നമ്മൾ ഗ്രാമിൽ സൂചിപ്പിക്കുന്നതിനെയാണ് ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് എടുത്താൽ അതിനകത്ത് 1 മോൾ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ 1 മോൾ പാർട്ടിക്കിൾ എന്തിനകത്തുണ്ടെങ്കിലും അതിനകത്ത് എത്ര നമ്പർ ഓഫ് കണികകൾ ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ കണികൾ ഉണ്ടാവും. നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ നോക്കിയേ, കോപ്പറിൻ്റെ ആപേക്ഷിക ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 63.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് എങ്ങനെ എഴുതും? ഇതിനെ ഗ്രാമിൽ സൂചിപ്പിക്കുക. കണ്ടോ, 63.5 ഗ്രാം. അപ്പോൾ ഇതിനകത്ത് 1 മോൾ എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ഗ്രാം ആറ്റോമിക് മാസ് നമ്മൾ എടുത്താൽ അതിനകത്ത് 1 മോൾ പദാർത്ഥം ഉണ്ടാവും. 1 മോൾ പദാർത്ഥം അതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് എത്ര കണികകൾ ഉണ്ടാവും? 6.022 × 10⁻23 എണ്ണം കണികകളുണ്ടാവും. ഇത്രയും വേറെ വ്യക്തമാണല്ലോ. അപ്പോൾ നോക്കിയേ, കോപ്പറിൻ്റെ ആറ്റോമിക് മാസ് കിട്ടി. അതിനെ നമ്മൾ ഗ്രാമിൽ സൂചിപ്പിച്ച ഗ്രാം ആറ്റോമിക് മാസായി. ഒരു വസ്തുവിനെ ഗ്രാം ആറ്റോമിക് മാസിൽ എടുത്താൽ അതിനകത്ത് 1 മോൾ ആറ്റങ്ങൾ ഉണ്ടാവും. 1 മോൾ ആറ്റം എവിടെ ഉണ്ടെങ്കിലും അതിനകത്ത് 6.022 × 10⁻23 എണ്ണം കണികകൾ ഉണ്ടായിരിക്കും. ഇരുമ്പ് 55.8 ആണ് അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക് മാസ്. അതിനെ നമ്മൾ ഗ്രാം ആറ്റോമിക് മാസിൽ എടുക്കുന്നു. അപ്പോഴത്തേക്കിനും അതിനകത്ത് എത്ര മോളുണ്ട്? 1 മോളാണുള്ളത്. 1 മോൾ എവിടെ ഉണ്ടെങ്കിലും അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സിങ്ക്, അലുമിനിയം, നൈട്രജൻ തുടങ്ങിയവയുടെ കേസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആപേക്ഷിക ആറ്റോമിക് മാസും റിലേറ്റീവ് ആറ്റോമിക് മാസും തമ്മിലുള്ള ബന്ധം എന്താണ്? കാർബൺ 12 അണുവിൻ്റെ മാസിൻ്റെ 1/12 ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ച് അതിനോട് താരതമ്യം ചെയ്ത് പറയുന്ന മാസാണ് എന്ത്? റിലേറ്റീവ് ആറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രാം ആറ്റോമിക് മാസ് ലഭിക്കുന്നു. അതായത് ആറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിച്ചാൽ നമുക്ക് ഗ്രാം ആറ്റോമിക് മാസ് ലഭിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ GAM അഥവാ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നതിനകത്ത് 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് 1 മോൾ ഉണ്ടായിരിക്കും, 1 മോൾ പദാർത്ഥം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ 1 ഗ്രാം എന്ന്
എഴുതിയാൽ അത് ഗ്രാം ആറ്റോമിക് മാസ്സായി. ഓക്സിജൻ കണ്ടോ 16 ഗ്രാം, സോഡിയം 23 ഗ്രാം, കാർബൺ 12 ഗ്രാം. ഇത്രയും ഇങ്ങനെ നമ്മൾ ഗ്രാമിൽ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ഗ്രാം ആറ്റോമിക് മാസ്സായി. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് എടുത്താൽ അതിനകത്ത് 1 മോൾ പദാർത്ഥം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസിലേക്ക് കടക്കാണ്. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കുന്നു തന്മാത്രാ മാസ് എന്താണെന്നുള്ളത്. ആറ്റത്തിൻ്റെ മാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മോളിക്യൂളിൻ്റെ മാസ് എന്താണെന്നാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ ആകെ മാസ് കണ്ടുപിടിച്ചാൽ അതാണ് തന്മാത്രാ മാസ് അഥവാ മോളിക്യുലാർ മാസ്. തന്മാത്ര എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിട്ടായിരിക്കും അത് ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പോൾ നോക്കിയേ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ കാർബണും ഉണ്ട്, 2 ഓക്സിജനും ഉണ്ട്. അതാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. കാർബണിൻ്റെ മാസ് എന്താ? കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു 12 ആണ്. ഓക്സിജൻ്റെ എന്താ? കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു 16 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. ഒരു ഓക്സിജന് 16, അടുത്ത ഓക്സിജനും 16. അപ്പോൾ കാർബണിൻ്റെ 12ഉം 2 ഓക്സിജനുകളുടെ 16ഉം 16ഉം കൂടെ 32മാണ് നമുക്കുള്ളത്. ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ നമുക്ക് 44 എന്ന് ലഭിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 എന്ന് കിട്ടുന്നു. കണ്ടോ? അതേപോലെ തന്നെ നമുക്ക് മറ്റ് തന്മാത്രകളുടെയും കണ്ടെത്താം. ഓക്സിജൻ 2, അതായത് ഓക്സിജൻ്റെ O2 എന്ന് പറയുന്ന മോളിക്യൂള്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. അപ്പോൾ O2ൻ്റെ മാസ് എന്ന് പറയുന്നത് 16ഉം 16ഉം കൂടെ കൂട്ടി 32 കിട്ടിയില്ലേ. അമോണിയ NH3 ആണ്. നൈട്രജൻ്റെ മാസ് എത്രയാണെന്നാണ് നമുക്ക് മനസ്സിലായത്? 14. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഹൈഡ്രജന് 1 മാസ്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ ഈ 14ഉം ഇവിടെ കിട്ടിയിട്ടുള്ള 3ഉം കൂടെ കൂട്ടുമ്പോൾ 17 എന്ന അമോണിയയുടെ മാസ് നമുക്ക് കിട്ടുന്നു. ഓക്കെ. അതേപോലെ ജലത്തിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H2O ആണ് ജലം. ഹൈഡ്രജൻ്റെ മാസ് 1. അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഓക്സിജൻ്റെ നമുക്ക് സംശയമില്ല 16 ആണ്. അപ്പോൾ 16ഉം ഈ ഹൈഡ്രജൻ്റെ 2ഉം കൂടെ കൂട്ടിയാൽ 18 എന്ന് വാട്ടറിൻ്റെ ലഭിക്കുന്നു. മനസ്സിലായല്ലോ. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോളിക്യുലാർ മാസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്, തന്മാത്രാ മാസ് കണ്ടെത്തുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഓക്സിജൻ O2 ആണ്. 2 × 16 ചെയ്യുമ്പോൾ 32. അമോണിയ ആണെങ്കിൽ NH3 ആണ്. അതിലെ നൈട്രജൻ്റെ 14 പ്ലസ് ഹൈഡ്രജൻ 3 ഉണ്ട്. അപ്പോൾ 1 × 3 17 എന്ന് നമുക്ക് കിട്ടുന്നു. കേട്ടോ. ജലത്തിൻ്റെ, ഗ്ലൂക്കോസിൻ്റെ, സൾഫ്യൂരിക് ആസിഡിൻ്റെ, നൈട്രജൻ്റെ ഇത്രയും എണ്ണം നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ സ്ലൈഡിനകത്തെ കാര്യങ്ങൾ ഓരോന്നും ഞാനിവിടെ കണക്ക് ചെയ്യണില്ല. ഇത്രയും വരെ ഞാൻ കാണിച്ചല്ലോ. ഗ്ലൂക്കോസിൻ്റെയും സെയിം പരിപാടി തന്നെയാണ്. കണ്ടോ, കാർബൺ 6 എണ്ണമാണുള്ളത്. ഒരു കാർബണിൻ്റെ മാസ് 12. അപ്പോൾ 6 × 12 പ്ലസ് ഹൈഡ്രജൻ 12 എണ്ണമാണുള്ളത്. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ നമ്മൾ 1 × 12 പ്ലസ് ഇവിടെ 6 ഓക്സിജനാണുള്ളത്. ഒരു ഓക്സിജൻ്റെ മാസ് 16. അപ്പോൾ 6 × 16 ഇതിനെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് 180 എന്ന് ഗ്ലൂക്കോസിൻ്റെ മാസ് ലഭിക്കുന്നു. കിട്ടിയല്ലോ. അപ്പോൾ ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് തന്മാത്രാ മാസുകൾ കൂടെ പഠിച്ചു വയ്ക്കുന്നതും കൂടെ നന്നായിരിക്കും. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച് പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. കുറേ എണ്ണത്തിൻ്റെ മോളിക്കുലാർ മാസ് ഓൾറെഡി നമുക്ക് അറിയാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44, വാട്ടറിൻ്റെ 18 അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് അങ്ങ് ഒമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഗ്രാം തന്മാത്രാ മാസ് അഥവാ ഗ്രാം മോളിക്കുലാർ മാസാണ്. GAM പറഞ്ഞ പോലെ തന്നെ പരിപാടി. ഒരു സാധനത്തിൻ്റെ തന്മാത്രാ മാസ് അഥവാ മോളിക്കുലാർ മാസ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. എല്ലാം കൂടെ കൂട്ടിയൊക്കെ കണ്ടുപിടിക്കുന്ന പരിപാടി. ഇങ്ങനെ ലഭിച്ചിട്ടുള്ള തന്മാത്രാ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുക. അപ്പോൾ ഇത് GMM ആയി. ഓക്കെ. ഇവിടെ ലഭിച്ചിട്ടുള്ള തന്മാത്രാ മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ 180 ഗ്ലൂക്കോസിൻ്റെ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ 98 എന്നിരിക്കട്ടെ. ആ 98നെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാമിൽ അങ്ങോട്ട് പ്രസ്താവിക്കുക. 98 ഗ്രാം. അതേപോലെ നൈട്രജൻ മോളിക്യൂളിൻ്റെ നോക്കുകയാണെങ്കിൽ എത്രയാ? 14 + 14 28 നൈട്രജൻ മോളിക്യൂളിൻ്റേത് അല്ലേ. ആ 28 എന്നുള്ളതിനെ നമ്മൾ ഗ്രാമിൽ അങ്ങ് പ്രസ്താവിക്കുക. അപ്പോൾ GMM ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ഒരു വസ്തുവിൻ്റെ, ഒരു തന്മാത്രയുടെ തന്മാത്രാ മാസിനെ ഗ്രാമിൽ പ്രസ്താവിച്ചാൽ നമുക്ക് GMM ലഭിക്കുന്നു. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഒരു മോളിക്യൂളിൻ്റെ ഒരു GMM നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു മോളിക്യൂളിൻ്റെ GMMൽ നമ്മൾ അളവ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ GMM അളവിൽ നമുക്ക് 6.022 × 10⁻23 എണ്ണം തന്മാത്രകൾ ലഭിക്കുന്നു. ഓക്കെ. അപ്പോൾ നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിൽ നൈട്രജൻ്റെ 14 ഗ്രാം നമ്മൾ എടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമുക്കുണ്ടായിരിക്കും. മാസിലെ ആ പദാർത്ഥത്തിൻ്റെ മോളാർ മാസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഗ്രാം ആറ്റോമിക് മാസിനെ നമ്മൾ എന്തും വിളിക്കുന്നു? മോളാർ മാസ് എന്നും വിളിക്കുന്നു.
കാരണം ഈ അവഗാഡ്രോ നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ GMM ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 എണ്ണം എന്തുണ്ടാവും? മോളിക്യൂള് ഉണ്ടാവും. പ്രധാറ്റമാണ് പറഞ്ഞത്, ഇവിടെ മോളിക്യൂൾ എടുത്തത് കാരണം ഇവിടെ ഇത്രയും എണ്ണം മോളിക്യൂളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ആറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും? കാരണം ഇതിൽ N2 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര ആറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എണ്ണം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു വസ്തുവിൻ്റെ GMM എടുത്താൽ അതിനകത്ത് 1 മോൾ പദാർത്ഥം ഉണ്ടായിരിക്കും. അതിനകത്ത് എത്ര അവഗാഡ്രോ എണ്ണം മോളിക്യൂളുകൾ ഉണ്ടായിരിക്കും. ഒരു വസ്തുവിൻ്റെ GAM എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1 മോൾ പദാർത്ഥം ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് അടിസ്ഥാന ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു മോൾ എന്ന് പറയുന്നത് പദാർത്ഥത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന SI യൂണിറ്റ് ആണ്. 6.022 ഇൻറ്റു 10⁻23 എണ്ണം കണികകൾ അടങ്ങിയ ഒരു അളവാണ് ഒരു മോൾ എന്ന് പറയുന്നത്. അവഗാഡ്രോ സംഖ്യ കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോയുടെ ബഹുമാനാർത്ഥമാണ് അവഗാഡ്രോ സംഖ്യ എന്നതിനെ വിളിക്കുന്നത്. ആപേക്ഷിക ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാർബൺ 12 അണുവിൻ്റെ മാസിൻ്റെ 1/12 ഭാഗത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട് കണ്ടെത്തുന്നതാണ്. ഇവയെ സൂചിപ്പിക്കാൻ U എന്ന യൂണിഫൈഡ് മാസും DA എന്ന ഡാൾട്ടൺ എന്ന യൂണിറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാസും മോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വസ്തുവിനെ ഗ്രാം ആറ്റോമിക് മാസിൽ എടുത്താൽ, മൂലകത്തിൻ്റെ ആറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്ന GAM-ൽ എടുത്താൽ അതിനകത്ത് 1 മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തായിട്ട് ഗ്രാം തന്മാത്രാ മാസ് GMM എന്ന് പറയുന്നത് ഒരു തന്മാത്രാ മാസിനെ ഗ്രാമിൽ പ്രസ്താവിച്ചാൽ GMM ലഭിക്കുന്നു. GMM-നകത്ത് 1 മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, പദാർത്ഥം NH3 ആണ്. ഇതിൻ്റെ മോളാർ മാസ് കണ്ടോ? 17. NH3യുടെ 17 ആണ് അതിൻ്റെ മാസ് എന്ന് കണ്ടെത്തി. അപ്പോൾ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന NH3യെ നമ്മൾ 85 ഗ്രാം NH3 എടുത്തു എന്നിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 85 ഗ്രാം NH3 ഉണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന കാര്യം NH3യുടെ മോളാർ മാസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താ? അതിൻ്റെ GMM-നകത്ത് 1 മോൾ ഉണ്ടായിരിക്കും. ശരിയല്ലേ? GMM-നകത്ത് 1 മോൾ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്യൂളർ മാസ് ചെയ്യുക. 85 ഡിവൈഡഡ് ബൈ 17 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിനകത്ത് എത്ര മോളുണ്ട് എന്ന് ലഭിക്കും. മോളിൻ്റെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാസാണ് തന്നിട്ടുള്ളതെങ്കിൽ തന്നിരിക്കുന്ന മാസേ ബൈ മോളാർ മാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിനകത്ത് എത്ര മോളുണ്ട് എന്ന് കിട്ടും. എത്ര മോളുണ്ട് എന്ന് കിട്ടിയാൽ ബാക്കി പരിപാടി എല്ലാം സിമ്പിള്. എത്ര മോളുണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് മോളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവഗാഡ്രോ നമ്പർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര തന്മാത്ര അതിനകത്ത് ഉണ്ടെന്ന് കിട്ടും. ശരിയല്ലേ? കാരണം ഒരു GMM ആയിരുന്നു, അതായത് 17 ഗ്രാം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. 1 മോളായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ 5 മോളിൽ എത്ര ഉണ്ടായിരിക്കും? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, അടുത്തടുത്തിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. കാർബൺ ഡൈ ഓക്സൈഡ് 220 ഗ്രാം തന്നിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ അറിയുന്ന കാര്യം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ ഒരു മോളിക്യൂളാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മോളിക്യൂളർ മാസ് നമുക്കറിയാം, അത് 44. അപ്പോൾ നമ്മളതിനെ GMM-ൽ എടുത്തു. അപ്പോൾ നമ്മൾ 44 ഗ്രാം എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 220 തന്നിരിക്കുന്ന മാസിനെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടും 5 മോൾ എന്ന് കിട്ടി. നമുക്കറിയാവുന്നൊരു കാര്യം, 1 മോളിനകത്ത് അവഗാഡ്രോ നമ്പർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ 5 മോളിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. കിട്ടിയല്ലോ? അതേപോലെ ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൊരു ടേബിളാണത്. മോളുകളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന മോളുകളുടെ എണ്ണം ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. ഇനി തന്മാത്രകളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട് മോളുകളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ടുള്ള മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, ആ ടേബിളിൽ ചെയ്തിട്ടുള്ള അതേ കാര്യമാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. പിടികിട്ടിയല്ലോ? ഇനി വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ നമ്മൾ സാധനങ്ങളുടെ മാസും മോളും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് പാർട്ടിക്കിളും മോളും തമ്മിലുള്ള ബന്ധവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധമാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അവഗാഡ്രോൻ്റെ നിയമം എന്തായിരുന്നു? അവഗാഡ്രോ പറഞ്ഞു, സ്ഥിരമായിട്ടുള്ളൊരു താപനിലയിൽ സ്ഥിരമായിട്ടുള്ളൊരു പ്രഷറിൽ നമ്മൾ പലതരം ഗ്യാസുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെയിം വോളിയം ഓഫ് ഗ്യാസുകളെ സെയിം കണ്ടീഷനിലെടുത്താൽ അതിനകത്തെ പദാർത്ഥങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു ടെമ്പറേച്ചറും പ്രഷറും കൂടി വയ്ക്കാം.
അതായത് ഈ പറയുന്ന സ്ഥിരമായ താപനിലയും പ്രഷറും എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു 10 ATM പ്രഷറും ഒരു 500 കെൽവിൻ ടെമ്പറേച്ചറുമാണ് സ്ഥിരമാക്കി വെച്ചതെന്ന് വിചാരിക്കുക. ഞാനിവിടെ ഇരുന്നിട്ട് അത് വേണ്ട, ഒരു ATM എടുക്കാം പ്രഷർ, അതിന് പകരം ഒരു 1000 കെൽവിൻ ടെമ്പറേച്ചർ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ കണക്കാക്കും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം ഒരേപോലെ എക്സ്പെരിമെൻ്റൽ കാര്യങ്ങൾ വരണമെങ്കിൽ ഒരേ കണ്ടീഷൻസ് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് എടുക്കാം. അതാണ് STP. ഇനി എനിക്ക് നിങ്ങളോട് ടെമ്പറേച്ചറും പ്രഷറും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഗ്യാസ് സാധനങ്ങളെല്ലാം STPയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ മതി, ഒറ്റ കാര്യം. ഓക്കെ. അപ്പോൾ STPയിൽ എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ STP എന്ന് പറയുന്നത് എത്ര താപനിലയും എത്ര പ്രഷറുമാണെന്ന് മനസ്സിലാക്കുക. 273 കെൽവിനാണ് അതിനകത്ത് STPയിലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഒരു ATM പ്രഷറാണ് STPയിലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 273 കെൽവിനും ഒരു ATM പ്രഷറുമാണ്. ഇനി ഞാൻ ഈ ടെമ്പറേച്ചറും പ്രഷറും ഒന്നും പറയണ്ട, നിങ്ങളോട് STPയിൽ ഒരു 4 ഗ്യാസ് എടുത്തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താപനില 273 കെൽവിനിലും ഒരു ATM പ്രഷറിലും ഗ്യാസുകളെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ. അപ്പോൾ അവയെല്ലാം സെയിം വോളിയം ആണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. അതാണ് പരിപാടി. ഇനി ഈ എടുത്തിട്ടുള്ള സാധനത്തിനെ നമ്മൾ 1 മോൾ പദാർത്ഥമാണ് എല്ലാത്തിലും എടുത്തു വയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ വോളിയം എത്രയുണ്ട് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ് ആണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ സെയിം ആണ്, അപ്പോൾ അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ വോളിയമാണ് 22.4 ലിറ്റർ. ഇവിടെ കിട്ടിയോ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കണ്ടോ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒന്നിൽ കൂടുതൽ ഗ്യാസുകൾ നമ്മൾ എടുത്തിരിക്കുന്നു. അതിനകത്തുള്ള ഗ്യാസുകളുടെ എല്ലാം എമൗണ്ട് എന്ന് പറയുന്നത് 1 മോൾ ആണെങ്കിൽ അതിനകത്തെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. കിട്ടിയോ? അപ്പോൾ മോളാർ വ്യാപ്തം STPയിൽ 1 മോൾ വാതകങ്ങൾക്കെല്ലാം 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. ഓക്കെ. അപ്പോൾ STPയിൽ മോളുകളുടെ എണ്ണം കണ്ടെത്തണമെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ. നേരത്തെ നമ്മൾ മാസിൻ്റെ കാര്യം ചെയ്ത പോലെ തന്നെ വ്യാപ്തമാണ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അത് STPയിലാണെന്ന് നമ്മളോട് പറയുകയും ചെയ്യുകയാണെങ്കിൽ തന്നിരിക്കുന്ന വോളിയം ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതാ നോക്കിയേ, ടേബിൾ തന്നിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറയുന്ന സാധനം O2 എന്ന് പറയുന്ന മോളിക്യൂളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മോളിക്യൂളർ മാസ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16, അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് 32 നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഗിവൺ മാസ് 32 32 ഗ്രാം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന ദൈവം സഹായിച്ച്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മോളാർ മാസ് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 1 മോൾ പദാർത്ഥം എന്ന് കിട്ടി. 1 മോൾ പദാർത്ഥം ഉണ്ടെങ്കിൽ അതിനകത്ത് 22.4 ലിറ്റർ വോളിയം ഉണ്ടായിരിക്കും. കിട്ടിയോ? ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. NH3 ആണ് തന്നേക്കണേ. NH3യുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആകെ അറിയാവുന്ന അതിൻ്റെ മോളിക്കുലർ മാസാണ്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ 3ഉം അതേപോലെ തന്നെ നൈട്രജൻ്റെ 14ഉം കൂടെ കൂട്ടിയിട്ട് 17 ഗ്രാമാണ് നമുക്ക്. 17 ഇതിൻ്റെ ആറ്റോമിക് മാസ്. അതിനെ നമ്മൾ GMM എടുക്കുകയാണെങ്കിൽ 17 ഗ്രാം എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 170 ഗ്രാം അമോണിയാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന മാസ് 170 ഡിവൈഡ് ബൈ നമുക്കറിയാവുന്ന മാസ്, അതായത് അതിൻ്റെ മോളിക്കുലർ മാസ് 17 എന്ന് ലഭിക്കുന്നു. 170/17 ചെയ്താൽ സ്വാഭാവികമായിട്ടും 10 കിട്ടുന്നു അല്ലേ. അപ്പോൾ 10 മോൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായി അല്ലേ. ഗിവൺ മാസ് ബൈ ആറ്റോമിക് മാസ് ചെയ്യുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്പർ ഓഫ് മോൾ കിട്ടും. 10 മോളുണ്ടേ. അപ്പോൾ ഇതിനകത്ത് എത്ര വോളിയം കാണും? 10 × 22.4 ശരിയല്ലേ. അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യലായത് കാരണം ആ പോയിൻ്റുകൾ കളയുക, 224 ലിറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. ഇതേപോലെയാണ് പരിപാടികളെല്ലാം തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു സാധനത്തിൻ്റെയും 1 മോൾ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ ബാക്കിയെല്ലാം ഈസിയാണ്. 1 മോൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. 1 മോൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GAM ചെയ്താൽ 1 മോൾ കിട്ടും. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, അഥവാ മോളിക്യൂളാണ് തന്നിട്ടുള്ളെങ്കിൽ GMM ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂളാർ മാസ് കിട്ടും. ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ 1 മോൾ കിട്ടും. ഇനി ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഇത് ചെയ്താലും 1 മോൾ കിട്ടും.
മോള് കിട്ടിയാൽ പിന്നെ എല്ലാം ഈസിയാണ്. ആ മോളെ ഇൻറ്റു ആ തന്നിരിക്കുന്ന എന്താണോ എന്താ പറയുക മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്യുക, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കിട്ടും. അതേപോലെ മോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊപ്പം GAM ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസ് ഉണ്ടെന്ന് കിട്ടും. അങ്ങനെ എല്ലാ സാധനവും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ മോള് എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ബൈ GAM ചെയ്യാം, ഗിവൺ മാസ് ബൈ GMM ചെയ്യാം, അതുപോലെ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യാം, ഗിവൺ വോളിയം ബൈ 22.4 ലിറ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര മോള് ഇതിനകത്തുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഗ്യാസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അതാണ് ആദർശവാതക സമവാക്യം അഥവാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സെയിം ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഇത് മൂന്നും നമ്മൾ പഠിച്ചല്ലോ. ഈ മൂന്നിനെയും സംയോജിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സമവാക്യമാണിത് എന്ന് പറയുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു ടെമ്പറേച്ചറിലും പ്രഷറിലും, ഏതൊരു സിറ്റുവേഷനിലും ഈ പറയുന്ന ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ യാതൊരു വ്യതിചലനവും കൂടാതെ പാലിക്കുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ ആദർശവാതകം അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനൊരു ഗ്യാസ് ഇല്ല. യഥാർത്ഥ ജീവിതത്തിലുള്ള ഗ്യാസുകളെയെല്ലാം നമ്മൾ റിയൽ ഗ്യാസുകൾ എന്ന് വിളിക്കുന്നു. ഇതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നു. റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഐഡിയൽ ഗ്യാസ് ഹൈപ്പോത്തറ്റിക്കലാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം റിയൽ ഗ്യാസുകൾ ചില സാഹചര്യങ്ങളിൽ ഈ നിയമങ്ങളിൽ നിന്നൊക്കെ ചെറിയ വ്യതിചലനം കാണിക്കും. അതേസമയം ആദർശവാതകം എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യങ്ങളിലും ഈ നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ച എല്ലാ വാതക നിയമങ്ങളും ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, നമുക്കറിയാം ഒരു വാതകം ഒരു പാത്രത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെ പാത്രത്തിൻ്റെ വോളിയം ആയിരിക്കും ആ ഒരു വാതകത്തിൻ്റെ വോളിയം, ശരിയല്ലേ? അപ്പോൾ ഇതിനകത്തെ മൊത്തത്തിലുള്ള വോളിയം വെച്ച് ഈ ഒരു മോളിക്യൂളിൻ്റെ വോളിയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് തമ്മിൽ വളരെ വളരെ വലിയൊരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. കാരണം ഗ്യാസ് വലിയൊരു പാത്രത്തിനകത്ത് മൊത്തത്തിൽ നിറഞ്ഞല്ലേ നിൽക്കുക. അപ്പോൾ അതിനകത്തെ ഒരു മോളിക്യൂളിൻ്റെ വോളിയം അതിനകത്തിരിക്കുന്ന മൊത്തത്തിലുള്ള ഗ്യാസിൻ്റെ വോളിയം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആദർശവാതകം ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മോളിക്യൂളിൻ്റെ വോളിയം ക്യാൻ ബി ഇഗ്നോർഡ്. ഇത്രയും വ്യത്യാസമായിരിക്കും, അത് ഇഗ്നോർ ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഗ്യാസുകൾ എത്ര തന്നെ അവർ തമ്മിലുള്ള മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷനുകൾ ഇല്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അതൊരു ഗ്യാസായിട്ട് ഇങ്ങനെ ബോണ്ടായിട്ട് നിൽക്കുന്നത്. ആദർശവാതകം സങ്കല്പിക്കുന്നു ഈ പറയുന്ന തന്മാത്രകൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ആകർഷണ ബന്ധവും ഇല്ല, അവർ വളരെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുന്നതാണ് ആദർശവാതകം. ഓക്കെ, യഥാർത്ഥ ജീവിതത്തിലെ ഗ്യാസുകൾ ഇങ്ങനെയല്ല നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഗ്യാസാണ് ആദർശവാതകം. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് അത് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ വാതക നിയമങ്ങളും അത് ഫോളോ ചെയ്യും. നമുക്ക് കണക്ട് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഇത്തരത്തിൽ ആദർശവാതകത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തെ ഒരു നമ്പറാണ് PV = nRT. അതായത് നമുക്കറിയാം എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ തന്നെ അവഗാഡ്രോ ലോ ഇതെല്ലാം പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു യൂണിറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് PV = nRT എന്ന് നമുക്ക് കിട്ടും. അതായത് PV പ്രൊപ്പോർഷണൽ ടു NT എന്നാണ് നമുക്ക് കിട്ടുക. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾ, ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നിന്നും നമുക്കൊരു ഈക്വൽ ടു ആക്കണം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് നമുക്ക് പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് PV = എന്നിട്ടിട്ട് നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് ഇടുക. K ഇടുന്നതിന് പകരം നമ്മളിവിടെ R എന്നൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഇട്ടു. എന്നിട്ട് NT എന്ന് കൊടുക്കുക. ഈ R എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു R എന്ന കോൺസ്റ്റൻറ്റിനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ. ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ഈ സമവാക്യം പാലിക്കുന്ന വാതകങ്ങളാണ് ആദർശവാതകങ്ങൾ. ഈ പറഞ്ഞിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസുകളാണ് എന്ത്? ആദർശവാതകങ്ങൾ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചാൾസ് ലോയും ബോയിൽസ് ലോ, അവഗാഡ്രോ ലോയും എല്ലാ സാഹചര്യത്തിലും ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി രാസസമവാക്യങ്ങളും മോൾ സങ്കല്പവും. അതായത് രാസസമവാക്യങ്ങൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം കെമിക്കൽ ഇക്വേഷൻസ് എഴുതാൻ എന്നുള്ളത് അല്ലേ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് പുതിയതായിട്ടൊരു മാറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുമില്ല, ഉള്ളൊരു മാറ്റർ നശിച്ചു പോകുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും അളവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആയിട്ട് ഇരിക്കണം.
അപ്പോൾ ഈ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മോള് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അഭികാരകങ്ങൾ എത്ര ആവശ്യം വന്നാലാണ് അപ്പുറത്ത് ഉൽപ്പന്നം ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോള് നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ തന്നെ വാട്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് H2ഉം O2ഉം തമ്മിൽ റിയാക്ട് ചെയ്ത് H2O ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുവാണേ, ഹൈഡ്രജൻ 2 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 2, സന്തോഷമായി. ഓക്സിജൻ 2, ഇവിടുത്തെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഓക്സിജൻ എവിടെ? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഇവിടെ 2 ഓക്സിജൻ അല്ലേ, ഇവിടെ 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഒരിക്കലും ഈ താഴെ ഭാഗത്ത് നമ്പറുകൾ ഇട്ട് കൊടുക്കരുത്. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ താഴെ ഭാഗത്ത് നമ്പർ ഇട്ട് കൊടുക്കരുത്. കാരണം എന്താ, അതപ്പോൾ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ മാറിയില്ലേ, മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ മാറിയിട്ട് വാട്ടർ മാറി. H2O2 എന്ന് പറഞ്ഞാൽ വാട്ടറേ അല്ല, ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റില്ല. പകരം നമുക്ക് നമ്പർ ഓഫ് മോള് മാത്രം കൂട്ടാനേ പറ്റുള്ളൂ. കാരണം എടുക്കുന്ന ഓക്സിജൻ്റെ അളവ് നമുക്ക് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. ഓക്സിജൻ്റെ അളവ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ റേഷ്യോ എപ്പോഴും 2:1 തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ടറിലെ ഹൈഡ്രജനെയും ഓക്സിജൻ്റെയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് പുതിയതായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. പകരം നമുക്ക് എടുക്കുന്ന ഓക്സിജൻ്റെ ഹൈഡ്രജൻ്റെ അളവ് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം, ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നമ്പർ ഇടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ ഇട്ടു, നമ്പർ ഓഫ് മോള് കൂട്ടി. 1 മോള് വാട്ടർ എടുത്തുകൊണ്ടിരുന്നതിന് പകരം നമ്മൾ 2 മോള് വാട്ടറാക്കി. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും ഓക്സിജനും 2, അതായത് ഇവിടെ ഒരു നമ്പർ ഇട്ടാൽ ഈ 2 കൂട്ടർക്ക് ഇത് ബാധകമാണേ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2 ഓക്സിജൻ, സന്തോഷമായി. ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് ഹൈഡ്രജൻ ഈ 2 ഉണ്ട്, ഈ 2 ഉണ്ട്, അപ്പോൾ മൊത്തം 4 ഹൈഡ്രജൻ. പക്ഷെ ഇവിടെ 2 ഉള്ളൂ. വീണ്ടും പ്രശ്നമായില്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതുക, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, സന്തോഷമായി. ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കിയേ, ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമ്പർ ഓഫ് മോൾസാണ്. 2 മോൾ ഹൈഡ്രജൻ, ഇവിടെ നമ്പർ ഇല്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം 1 എന്നാണ്. 1 മോൾ ഓക്സിജനോടൊപ്പം പ്രവർത്തിച്ച് ഇവിടെ 2 മോൾ വാട്ടറിനെ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായി. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് 36 ഗ്രാം ഹൈഡ്രജൻ വാട്ടർ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കറിയാം 32 ഗ്രാം ഓക്സിജൻ അതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം 4 ഗ്രാം ഹൈഡ്രജൻ എങ്കിലും ചേർന്നാലേ നമ്മൾ ഉദ്ദേശിക്കണ പോലെ 36 ഗ്രാം വാട്ടർ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ശരിയല്ലേ. അപ്പോൾ ഇത്തരത്തിൽ രാസപ്രവർത്തനം എങ്ങനെ നടക്കും, അല്ലെങ്കിൽ എത്ര അഭികാരകങ്ങൾ ഉണ്ടെങ്കിലാണ് നടക്കുക, അതിൽ നിന്ന് എത്ര പ്രൊഡക്റ്റ് കിട്ടും, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് മോള് നമ്മളെ സഹായിക്കുന്നു. രാസപ്രവർത്തനത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്ന അഭികാരകത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് വിളിക്കുന്നു. ഈ പറയുന്ന റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ റിയാക്ഷനകത്ത് ഉള്ള സാധനം മൊത്തം റിയാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 4 ഗ്രാം ഹൈഡ്രജനാണ് ഉള്ളത്, ഈ 4 ഗ്രാം ഹൈഡ്രജൻ ചേർന്നാൽ ഈ കെമിക്കൽ റിയാക്ഷൻ നിൽക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ തീർന്നു പോകുന്ന ചിലത് എടുത്തിട്ട് അഭികാരകം ചിലപ്പോൾ അതിനകത്ത് ബാക്കി കിടന്നു വരും. മൊത്തത്തിൽ ആ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്കിനും തീർന്നു പോകുന്ന ആ അഭികാരകത്തെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നാണ് വിളിക്കാറുള്ളത്. മനസ്സിലായല്ലോ. ഇനി മോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യവസായങ്ങളിൽ ആസിഡ് മാലിന്യങ്ങൾ നിർവീര്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പ്, അതായത് പല റിയാക്റ്റിംഗ് ആയിട്ടുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ വരും. അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് സൾഫ്യൂരിക് ആസിഡ്. അതിനെ ഈ പറഞ്ഞ പോലെ ഒന്നും ഒന്നും ചെയ്യാതെ ജലാശയത്തിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിനകത്തെ ജലജീവികളെല്ലാം ചത്തുപോകും, മനുഷ്യനാണെങ്കിലും അത് കുടിച്ചാൽ ചത്തുപോകും. സൾഫ്യൂരിക് ആസിഡാണ് സാധനം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൾഫ്യൂരിക് ആസിഡിനെ നമുക്ക് നിർവീര്യമാക്കിയിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണം ഈ സാധനം വെള്ളത്തിലേക്ക് തുറന്നു വിടാൻ. അപ്പോൾ നമുക്ക് ഈ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സൾഫ്യൂരിക് ആസിഡ് മുഴുവനും ന്യൂട്രൽ ആവണം. ചെറിയ രീതിയിലെങ്കിലും അതിന് അസിഡിറ്റി ഉണ്ടെങ്കിൽ സീനാണ്. അപ്പോൾ നമ്മളതിനെ മുഴുവനുമായിട്ട് നിർവീര്യമാക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓക്കെ, ഒരു 5 ലിറ്റർ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, സുമാർ ഒരു 2 ബക്കറ്റ് ചുണ്ണാമ്പ് നമുക്ക് കലക്കി ഒഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സൾഫ്യൂരിക് ആസിഡ് നിർവീര്യമാക്കാൻ എത്ര ആൽക്കലിക് നേച്ചറുള്ള വസ്തു ആവശ്യമുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് മോള് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആസിഡ് മാലിന്യങ്ങളെ നിർവീര്യമാക്കാൻ പൊതുവേ നമ്മൾ ആൽക്കലിക് നേച്ചറായിട്ടുള്ള ചുണ്ണാമ്പ്, അതായത് എന്താ പറയുക, CaOH2 നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡ എന്നിവയുടെ അളവ് കണക്കാക്കാൻ ഒന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യും, ചുണ്ണാമ്പ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യും. ഇവ എത്ര വേണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മോള് നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ 980 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡ് നിർവീര്യമാക്കാൻ 740 കിലോഗ്രാം ചുണ്ണാമ്പ് ആണ് ആവശ്യം എന്ന് നമുക്ക് ഈ കണക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഇതേപോലെ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ധനങ്ങൾ കത്തുന്ന സമയത്ത് പുറത്തു വിടുന്ന ഒരു
ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമുക്ക് കണക്കാക്കാം. മീഥെയ്ൻ കത്തുമ്പോൾ അതിൻ്റെ മാസിൻ്റെ ഏകദേശം 3 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത്. ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഒരിതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പരിസ്ഥിതിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ധനം ഏത് എന്ന് കണ്ടെത്താം. അതേപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ പുക പരിശോധനയൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ അതിനകത്ത് വാഹനത്തിൻ്റെ എഞ്ചിനോ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നമായോ, ഈ സാധനം കാർബൺ ഡൈ ഓക്സൈഡിന് പകരം കാർബൺ മോണോക്സൈഡാണോ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്, ആ ഇന്ധനം പരിസ്ഥിതിക്ക് ഓക്കെ ആണോ, ഇങ്ങനെയുള്ളതൊക്കെ കമ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എത്ര മോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര പ്രൊഡക്റ്റ് പുറത്തു വരുന്നു എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ഐഡിയ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വാതക നിയമം പഠിച്ച ചാപ്റ്ററില്ലേ, ആ ചാപ്റ്റർ നമ്മുടെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ആ ഒരു ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അല്ല, 10ാം ക്ലാസ്സിലത്തെ 4ാമത്തെ ചാപ്റ്ററാണ് 5ാമത്തെ ക്ലാസ് നട്ടത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ നിന്നുമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള മോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.